ജർമ്മനിൽ നമ്പേഴ്സ് എങ്ങനെയാണ് പറയണേന്ന് നമുക്ക് നോക്കാം. നമ്പേഴ്സ്, നമ്പറിന് ദി സാൽ എന്നാ പറയാ. ദി സാൽ. നമ്പേഴ്സിന് ദി സാലൻ എന്ന് പറയാ. ദി സാലൻ. നിങ്ങൾ അവിടെ റെഡ് കളറിൽ എഴുതിയേക്കണ കാണുന്നില്ലേ, അത് എന്ന് പറയുന്നത് ആർട്ടിക്കിളാണ്. ദി എന്ന് പറയാ. ദി ആർട്ടിക്കിള് അടുത്ത വീഡിയോയിൽ ഞാൻ എടുക്കാം. ഇപ്പം നിങ്ങൾ ജസ്റ്റ് ദി സാൽ എന്ന് മാത്രം നോക്കാം. ദി സാൽ എന്ന് പറയുന്നത് നമ്പർ, ദി സാൽ എന്ന് പറയുന്നത് നമ്പേഴ്സ്. ഓക്കെ, ദി സാൽ നമ്പർ, ദി സാലൻ നമ്പേഴ്സ്. ഇവിടെ എച്ചിന് മുന്നിൽ വന്നേക്കുന്നത് വവ്വലാണ്. വവ്വല് മുന്നിൽ വന്ന എച്ച് സൈലന്റ് ആയിരിക്കും. അതുകൊണ്ടാണ് സാൽ സാൽ എന്ന് ഞാൻ പറഞ്ഞത്. നമുക്കിനി നമ്പേഴ്സിലേക്ക് കിടക്കാം. 0നെ പറയണത് നുൾ എന്നാണ്. നുൾ, നുൾ, നുൾ. 1നെ പറയണത് ഐൻസ്, ഐൻസ്, ഐൻസ്. 2നെ പറയണത് സ്വൈ, സ്വൈ, സ്വൈ. 3നെ പറയണത് ദ്രൈ, ദ്രൈ, ദ്രൈ. ഒന്നുകൂടി നോക്കാം. 0നെ നുൾ, 1നെ ഐൻസ്, 2നെ സ്വൈ, 3നെ ദ്രൈ. നുൾ, ഐൻസ്, സ്വൈ, ദ്രൈ. 4നെ പറയണത് ഫിയർ, ഫിയർ, ഫിയർ. 5നെ പറയണത് ഫുൻഫ്, ഫുൻഫ്, ഫുൻഫ്. 6നെ പറയണത് സെക്സ്, സെക്സ്, സെക്സ്. 7നെ പറയുന്നത് സീബൻ, സീബൻ, സീബൻ. 4നെ ഫിയർ, 5നെ ഫുൻഫ്, 6നെ സെക്സ്, 7നെ സീബൻ. ഫിയർ, ഫുൻഫ്, സെക്സ്, സീബൻ. 8നെ പറയണത് അഹ്റ്റ്, അഹ്റ്റ്, അഹ്റ്റ്. 9നെ പറയണത് നോയിൻ, നോയിൻ, നോയിൻ. 10നെ പറയണത് സെയിൻ, സെയിൻ, സെയിൻ. 8നെ അഹ്റ്റ്, 9നെ നോയിൻ, 10നെ സെയിൻ. അഹ്റ്റ്, നോയിൻ, സെയിൻ. 11നെ എൽഫ് എന്നാണ് പറയുക. എൽഫ്, എൽഫ്. 12നെ സൊൽഫ് എന്ന് പറയാ. സൊൽഫ്, സൊൽഫ്. 11നെ എൽഫ്, 12നെ സൊൽഫ്. എൽഫ്, സൊൽഫ്. ഇനി 13ന്റെ കേസാണ്. 13 വരുമ്പോൾ ഒരു വ്യത്യാസമുണ്ട്. 13 തൊട്ട്. 13ന്റെ കേസിൽ 3നെയാണ് ഫസ്റ്റ് എഴുതുക, പിന്നെ 10 കൂട്ടിയിട്ട് എഴുതുക. 3ന് നമ്മൾ ദ്രൈ എന്നാണ് പറയുക. 10ന് എത്രയാണ്? സെയിൻ എന്ന് പറയാം. അങ്ങനെയാണ് നമ്മൾ എഴുതുക, ദ്രൈ സെയിൻ. ആദ്യം സെക്കൻഡ് എടുക്കുന്ന 3 എഴുതും, അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് എടുക്കുന്ന 10 കൂട്ടി എഴുതും. 13 എന്നല്ലേ, 10 + 3 എന്ന രീതിയിൽ. അപ്പോൾ ആദ്യം രണ്ടാമത് കിടക്കുന്ന 3 എഴുതും, പിന്നെ ആദ്യത്തെ 10. ദ്രൈ സെയിൻ. എന്താ പറയാ? ദ്രൈ സെയിൻ, ദ്രൈ സെയിൻ, ദ്രൈ സെയിൻ. 13ന് ദ്രൈ സെയിൻ, 14ന് ഫിയർ സെയിൻ, ഫിയർ സെയിൻ. അവിടെ 4 ആദ്യം എഴുതി ഫിയർ, പിന്നെ 10 എഴുതി സെയിൻ, ഫിയർ സെയിൻ. അതുപോലെ 15ന്റെ കേസിലും ഫുൻഫ് സെയിൻ, ഫുൻഫ് സെയിൻ. 5 ആദ്യം എഴുതി, പിന്നെ സെയിൻ എഴുതി, ഫുൻഫ് സെയിൻ. അതുപോലെ തന്നെയാണ് സെക്സ് സെയിൻ. 16 സെക്സ് സെയിൻ, സെക്സ് സെയിൻ. ഇവിടെ ഒരു വ്യത്യാസമുണ്ട്. എന്നാൽ ഈ സെക്സ് സെയിനിലൊരു വ്യത്യാസം വരുന്നുണ്ട്. ഇവിടുത്തെ എസ് നമ്മൾ എഴുതുന്നില്ല, എസ് എഴുതുന്നില്ല. അപ്പം അത് ശ്രദ്ധിക്കുക. 16ഉം 17ലും വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ സെക്സ് സെയിനിലെ എസ് എഴുതാണ്ട് ബാക്കിയൊക്കെ എഴുതാം. ഓക്കെ. 17 ഞാൻ പറഞ്ഞില്ല, 17ലും ഒരു എക്സെപ്ഷൻ വരുന്നുണ്ട്. അതിൽ EN ആഡ് ചെയ്യില്ല, സീപ് സെയിൻ എന്ന് മാത്രമേ എഴുതുള്ളൂ.
siebzehn, siebzehn. 18 achtzehn, achtzehn, achtzehn. 19 neunzehn, neunzehn, neunzehn. അതൊക്കെ മനസ്സിലായില്ലേ എങ്ങനെയൊക്കെയാണെന്ന് വന്നത്? ആദ്യം രണ്ടാമത് കിടക്കുന്നത് ഏതാ, അത് കഴിഞ്ഞിട്ട് 10 എഴുതാം. ഇനി 20ക്ക് കിടക്കുമ്പോൾ 20 വരുമ്പോൾ വ്യത്യാസമുണ്ട്. 20നെ പറയുന്നത് സ്വാൻസിഗ് എന്നാണ്. സ്വാൻസിഗ്. നമുക്ക് 20നെ സ്വാൻസിഗ് എന്നും പറയാം, സ്വാൻസിഷ് എന്നും പറയാം. അവിടുത്തെ ലാസ്റ്റ് ZIG ഉണ്ടല്ലോ, അതിനെ നമുക്ക് സിഗ് എന്നും പറയാം, സിഷ് എന്നും പറയാം. രണ്ടും യൂസ് ചെയ്യാം. 21 വരുമ്പോൾ ആദ്യം ഐൻ എഴുതി. ഐനിലത്തെ എസ് എഴുതുന്നില്ല, ഐൻസ് അതിലെ എസ് എഴുതുന്നില്ല, ഐൻ എന്നാണ് വായിക്കുക. അപ്പം ഐൻ എസ് എഴുതരുത് കേട്ടോ, ഐന്ന് മാത്രം എഴുതാൻ പാടുള്ളൂ, എസ് എഴുതാൻ പാടില്ല. അത് കഴിഞ്ഞിട്ട് ഉണ്ടെന്ന് എഴുതി. ഉണ്ടെന്ന് പറയുന്നത് ആൻഡ് എന്നൊരു മീനിങ് ആണ്, ആൻഡ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് സ്വാൻസിഗ് എഴുതി. നേരത്തെ പഠിച്ചില്ലേ സ്വാൻസിഗ്, അതങ്ങോട്ട് എടുത്ത് എഴുതി. അതുപോലെ തന്നെയാണ് നമ്മൾ 13 പറഞ്ഞില്ലേ, അതുപോലെ തന്നെ ഒരു സിമിലാരിറ്റിയാണ് ഇതും വരുന്നത്. ആദ്യം 1 എഴുതി, ഐൻ എഴുതി, അത് കഴിഞ്ഞിട്ട് ആൻഡ് ഇട്ടു 21 എന്ന രീതിയിൽ ആൻഡ് ഇട്ടു. അത് കഴിഞ്ഞിട്ട് 20 എഴുതി, സ്വാൻസിഗ് എഴുതി. ഐൻ und സ്വാൻസിഗ് എന്നാണ് അത് വായിക്കാം. ഐൻ und സ്വാൻസിഗ്, ഐൻ und സ്വാൻസിഗ്. 22ന് സ്വൈ und സ്വാൻസിഗ് എന്ന് പറയും. ആദ്യം 2 എഴുതി, ഉണ്ടെഴുതി, സ്വാൻസിഗ് എഴുതി. അപ്പോൾ സ്വൈ und സ്വാൻസിഗ് എന്നാണ് 22ന് പറയണത്. 23ന് എന്താ പറയാ? drei und സ്വാൻസിഗ്, drei und സ്വാൻസിഗ്, drei und സ്വാൻസിഗ്. 24ന് vier und സ്വാൻസിഗ്, vier und സ്വാൻസിഗ്, vier und സ്വാൻസിഗ്. 21ന് ഐൻ und സ്വാൻസിഗ്, 22ന് സ്വൈ und സ്വാൻസിഗ്, 23ന് drei und സ്വാൻസിഗ്, 24ന് vier und സ്വാൻസിഗ്. 25ന് fünf und സ്വാൻസിഗ് എന്നാണ് പറയുക. fünf und സ്വാൻസിഗ്, fünf und സ്വാൻസിഗ്. 26ന് sechs und സ്വാൻസിഗ്. ഇവിടെ സെക്സ് തന്നെയാണ് എഴുതുക, ആ എസ് ഇവിടെ ആഡ് ചെയ്യുന്നുണ്ട്. സെക്സ് und സ്വാൻസിഗ്. എക്സെപ്ഷണൽ എന്നത് നമ്മൾ 16, 17 പറയുമ്പോഴാണ്. പിന്നെ വരുന്നത് ഇപ്പം 60, 70 അങ്ങനെയൊക്കെ പറയുമ്പോൾ അതിനും വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ എസ് എഴുതും, അത് ശ്രദ്ധിക്കുക കേട്ടോ. എഴുതാത്തത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്താണ് 16, 17 പറയുമ്പോഴും 60, 70 അങ്ങനത്തെ ഒക്കെ പറയുമ്പോഴാണ് എസ്, 6ൻ്റെ എസ്സും 7ൻ്റെ ഇയനും ആഡ് ചെയ്യാത്തത്. അപ്പോൾ സെക്സ് und സ്വാൻസിഗ് എന്നാണ് 26ന് പറയുന്നത്. 27ന് സീബൻ und സ്വാൻസിഗ്, സീബൻ und സ്വാൻസിഗ്, സീബൻ und സ്വാൻസിഗ്. 28ന് acht und സ്വാൻസിഗ്, acht und സ്വാൻസിഗ്, acht und സ്വാൻസിഗ് എന്നാണ് പറയാം. 25ന് fünf und സ്വാൻസിഗ്, 26ന് സെക്സ് und സ്വാൻസിഗ്, 27ന് സീബൻ und സ്വാൻസിഗ്, 28ന് acht und സ്വാൻസിഗ് എന്നാണ് പറയാം. 29ന് neun und സ്വാൻസിഗ് എന്നാണ് പറയാം. neun und സ്വാൻസിഗ്, neun und സ്വാൻസിഗ്. 30ൻ്റെ കേസിലാണ് ആ സിഗിൻ്റെ കേസിൽ സെഡിന് പകരം ഷാർപ്പസ് എഴുതണത്. എസെറ്റ്, ഷാർപ്പസ്, ഡോപ്ലസ് എന്നൊക്കെ പറഞ്ഞ സാധനം ഉണ്ടല്ലോ, അത് എഴുതണത്, ആ ആൽഫബറ്റ് എഴുതണത്. 30ൻ്റെ കേസിൽ മാത്രമുള്ള വ്യത്യാസം, ബാക്കി എല്ലാത്തിലും സെഡ് വെച്ചിട്ടാണ് എഴുതുക. അപ്പോൾ നമുക്ക് നോക്കാം. 30ന് പറയുന്നത് ദ്രൈസിക്, ദ്രൈസിക്, ദ്രൈസിക്. ഉച്ചാരണം സെയിം തന്നെയാണ്, ആ ലെറ്റർ മാത്രം വ്യത്യാസമുള്ളൂ. 31ന് ഐൻ und ദ്രൈസിക് എന്ന് പറയുക, ഐൻ und ദ്രൈസിക്, ഐൻ und ദ്രൈസിക്. 32ന് സ്വൈ und ദ്രൈസിക് എന്ന് പറയാം, സ്വൈ und ദ്രൈസിക്, സ്വൈ und ദ്രൈസിക്. 29ന് neun und സ്വാൻസിക്, 30ന് ദ്രൈസിക്, 31ന് ഐൻ und ദ്രൈസിക്, 32ന് സ്വൈ und ദ്രൈസിക്. ഇനിയുള്ള നമ്പേഴ്സ് അടുത്ത പാർട്ടായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യണം.